താങ്കളുടെ മണ്ഡലത്തിൽ ഒരു യുവനടി വലിയ വിമർശനങ്ങളും പരസ്യ പ്രതികളുമായി രംഗത്തെത്തിയിരിക്കുന്നു. പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ട് ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും. ഒരു വിട്ടുവീഴ്ചയില്ല ആരായാലും. റിനി ആൻഡ് ജോർജ് മുൻപ് താങ്കൾക്ക് പരാതി നൽകിയിരുന്നുള്ളതാണ് പറയുന്നത്. ഇതുവരെയും അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ആ കുട്ടിയെ ഒരു വിവാദ കേന്ദ്രമാക്കാനും ശ്രമിക്കുന്നില്ല. എനിക്ക് എൻ്റെ മകളെ പോലത്തെ ഒരു കുട്ടിയാണ്, ആണ് മകളെ പോലത്തെ കുട്ടിയാണ്. ഞാൻ ആ കുട്ടിയെ ഒന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. കോൺഗ്രസിനകത്ത് ഒരാൾ ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഒരു വിട്ടുവീഴ്ച ഞാൻ പറയുന്ന കേൾക്കും. നിങ്ങൾക്ക് അറിയാനുള്ളത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയില്ല. നിങ്ങൾ എന്തിനാ ഇടപെടണം? ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും. ഞാൻ പറയല്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും. ആരായാലും എത്ര വലിയ നേതാവായാലും ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിൽ ഉണ്ടാവില്ല. അക്കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കും. ഞാൻ എന്ത് വൈകിയെന്നാ പറയുന്നത്? ഇന്നലെ ഈ ആരോപണം, ഞാൻ അതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളും പറയുന്നില്ല. അതിനെക്കുറിച്ചൊന്നും വിശദാംശമൊന്നും പറയുന്നില്ല. ഒരു മെസ്സേജ്, തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പിതാവ് എന്ത് ചെയ്യും? സ്വന്തം മകളാണോ എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു മെസ്സേജ് അയച്ച കേസിലാണ്. ഒരു മെസ്സേജാണെങ്കിൽ മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. മെസ്സേജ് അയച്ചാൽ ചെയ്യേണ്ട കാര്യത്തിൽ എന്താണെന്ന് വെച്ച്, പക്ഷേ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവതരമായി പരിശോധിക്കുക, അതിന് നടപടി സ്വീകരിക്കുക. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, അതിന് ഞാൻ തന്നെ മുൻകൈ എടുക്കും. ഇല്ല, അങ്ങനെ ഒരു ആരോപണം ഉയർന്നിട്ടില്ല. പാർട്ടിയുടെ ശ്രദ്ധയിൽ അങ്ങനത്തെ ഒരു ആരോപണം, നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഒന്നും വന്നിട്ടില്ല. പാർട്ടിക്ക് ഒരു പരാതിയും വന്നിട്ടില്ല. ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർക്ക് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരാതി അല്ലല്ല, പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതിയും വന്നിട്ടില്ല. പാർട്ടിയുടെ മുമ്പിൽ ഒരു റിട്ടേണായിട്ടുള്ള പരാതിയും വന്നിട്ടില്ല. എന്നോട് വ്യക്തിപരമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. വേറെ വ്യക്തിപരമായിട്ട് ആരും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല. എനിക്ക് എന്താ ഇത്ര ധൃതിയല്ല? ഞാൻ സംസാരിക്കണത് കേട്ടോ. അത് ചോദിച്ചതിന് ഞാൻ മറുപടി പറയണം. നിങ്ങൾ മാത്രം ചോദിച്ചാൽ പോലെ ഞാൻ പറയണതിന് കേൾക്ക്. നിങ്ങൾക്ക് എന്താ ഇത്ര ആവേശം? ഞാൻ പറഞ്ഞല്ലോ, ഒരാളും എൻ്റെ കയ്യിൽ പരാതിയുമായി വന്നിട്ടില്ല. വ്യക്തിപരമായിട്ട് ഒരാളും പരാതി വന്നിട്ടില്ല. പാർട്ടിയുടെ നേതാക്കൻ ആരും അങ്ങനെ പരാതിയായിട്ട് ഒരു വ്യക്തിയും സമീപിച്ചില്ല. സമീപിച്ചാൽ ഞങ്ങൾ അതിന് നടപടിയെടുക്കും. ഇപ്പോൾ അത് ഗൗരവതരമായി അത് വന്നിരിക്കുന്നു. അത് ഗൗരവമായി പരിശോധിക്കും, നടപടിയെടുക്കും. അല്ലാതെ ഊഹിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അത് ഇപ്പോഴാണ് വന്നത്. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ്. നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ വരണ്ടേ പരാതി? രാഷ്ട്രീയ രംഗത്തുള്ള പലരെക്കുറിച്ചും പല രീതിയിലും ആളുകൾ പരാതി പറയും, ഇല്ലേ? ശത്രുത കൊണ്ട് പറയും, ഇഷ്ടമില്ലാത്തത് കൊണ്ട് പറയും, പല രീതിയിൽ പറയും. ഗൗരവമുള്ള പരാതി നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മളത് ഗൗരവത്തോടുകൂടി പരിശോധിക്കും. അല്ലാതെ പരിശോധിക്കാൻ പറ്റുമോ? അല്ലാതെ എത്ര പേർക്കെതിരായിട്ട് ഏതെല്ലാം തരത്തിൽ ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ട്, അത് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? തെറ്റ് ചെയ്യാത്ത എത്രയോ പേരെ ക്രൂശിക്കാൻ നോക്കിയിട്ടുണ്ട്. ഓരോരുത്തരും വന്ന് സംസാരിക്കുന്ന കേട്ടിട്ട് CBI കേസിൽ വരെ ഇവിടെ ആളുകൾ പ്രതികളായിട്ടില്ലേ? എന്നിട്ട് അവസാനം കോടതി എന്താ പറഞ്ഞത്? അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റായ ആരോപണമാണെന്ന് പറഞ്ഞു. അവരുടെ കുടുംബവും എത്ര നാൾ അനുഭവിച്ചു. അപ്പോൾ ഇത് നമ്മൾ പരിശോധിച്ച് പാർട്ടി തന്നെ പരിശോധിക്കും. പാർട്ടി കോടതിയൊന്നും ആവുമല്ല. പാർട്ടി പരിശോധിച്ച് പാർട്ടി ചെയ്യേണ്ട
നടപടി പാർട്ടി ചെയ്യും. അങ്ങയെ തന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന തരത്തിൽ നിരവധി ആരോപണങ്ങൾ. കാരണം താങ്കളാണ് സംരക്ഷിച്ചത്, താങ്കൾക്ക് നേരത്തെ പരാതി നൽകിയിട്ടുണ്ട്, KPCCക്ക് 3 വർഷത്തിന് മുമ്പ് പരാതി നൽകി. അതിനുശേഷവും ഈ ആരോപണ വിധേയന നിരന്തരം പദവികൾ നൽകി. അദ്ദേഹത്തിന് എനിക്ക് ഒരു പരാതി താങ്കൾക്കെതിരെ ആരോപണം വരുന്നുണ്ട്. അതുകൊണ്ട് അല്ല, അത് നിങ്ങളുടെ കൈരളിയിൽ വരുന്ന ആരോപണമായിരിക്കും. എനിക്ക് പരാതി ലഭിച്ചു എന്നാണ്. അല്ലല്ല, എനിക്കറിയില്ല. ACCക്ക് പരാതി കിട്ടിയത് എനിക്കറിയില്ല. അങ്ങയോട് ചോദിക്കുന്നത് എനിക്കറിയില്ല. മുന്നിൽ വരുമ്പോൾ ഇക്കാര്യത്തിൽ അല്ല, ഞാൻ എങ്ങനെ എന്താ ഏതെങ്കിലും പെൺകുട്ടി എനിക്കെതിരായ ആരോപണം ഉന്നയിച്ചു? അല്ലല്ല, കൈരളിയിലെ ചോദ്യം അല്ല, കൈരളിയിലെ ചോദ്യം പറഞ്ഞത് അങ്ങയെ പോലും ആരോപണത്തിന് മുൻമുനയിൽ നിർത്തുന്ന തരത്തിൽ അങ്ങാണ് സംരക്ഷിക്കുന്നത്. കഴിഞ്ഞ 3-3.5 വർഷമായി പരാതി ലഭിച്ചിരുന്നു. അന്നെല്ലാം അങ്ങ് പ്രോത്സാഹിപ്പിച്ചു എന്നാണ് വിമർശനമായി വരുന്നത്. ഒരു വിമർശനമില്ല. എൻ്റെ മുമ്പിൽ വന്ന പരാതി, ആ പരാതിയുടെ ഗൗരവം അനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചത് വേറെ ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ എന്നാണ്. എനിക്ക് ഒരാളും പരാതി തന്നിട്ടില്ല. എൻ്റെ നിയോജകമണ്ഡലത്തിലെ കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇതൊരു മെസ്സേജ് അയച്ച വിഷയമാണ്. അവർ മെസ്സേജ് അയച്ചെന്ന് ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ചുമതലപ്പെടുത്തി വിട്ടേക്കുവാണോ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട്? നിങ്ങൾ നിരന്തരമായി എന്നെ തടസ്സപ്പെടുന്നതാണല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം വേണേൽ നിങ്ങളുടെ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ, എന്നോട് ചോദിക്കണ്ട. എന്താണ് പറയാ? അതായത് ഈ കാര്യം അതായത് ഞങ്ങളുടെ 2 സഹപ്രവർത്തകർക്കും സമാനമായ തരത്തിലുള്ള ദുരനുഭവം നേരിട്ടും ഗതികേട് കൊണ്ട് പരാതിപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അവരെന്നാണ് ഇപ്പോൾ. അല്ല, നിങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് അല്ലല്ല, നിങ്ങളാരും അങ്ങനത്തെ ഒരു പരാതി നമ്മൾ തമ്മിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരായ നിങ്ങളെ എന്നെയും കാണുന്നത്, നിങ്ങൾക്ക് പോലും ഒരു പരാതി എന്നോട് പറയാനുണ്ടായില്ലല്ലോ. ഇതിലൂടെ ചോദിച്ചില്ല. ഒറ്റയ്ക്ക് വന്ന് സ്വകാര്യമായി എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ശരിയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. എന്ന് പറയേ. അല്ല, നമ്മൾ അറിയണ്ടേ? നമ്മൾ അറിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കി. ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ അപ്പോഴിടപെടും. പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ, താങ്കളുടെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ചെയ്യുന്ന ആളല്ല. ഒരു വിട്ടുവീഴ്ച. പിന്നെ പ്രോത്സാഹിപ്പിക്കൽ, രാഷ്ട്രീയത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഞാൻ അവർക്ക് സപ്പോർട്ടും കൊടുക്കാറുണ്ട്. അവരെല്ലാം മിടുമിടുക്കന്മാരായിട്ടുള്ള പയ്യന്മാരാണ്, നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ആ തെറ്റിൻ്റെ ഗൗരവം പരിശോധിച്ച് നമ്മൾ നടപടിയെടുക്കും. അത് നമ്മൾ ചെയ്യും. ഈ ആരോപണം കേട്ടതിന് ശേഷം അല്ലെന്ന് ഇപ്പോഴല്ലേ ഗൗരവത്തോടു കൂടിയുള്ള പരാതി വരുന്നത്. ഗൗരവത്തോടു കൂടിയ ഒരു പരാതി ഇപ്പോഴല്ലേ വരുന്നത്. ഇന്നാണ് വരുന്നത് യഥാർത്ഥത്തിൽ. ഇന്നലെ അല്ല, അത് അവർക്കൊരു മെസ്സേജ് ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും ആവർത്തിച്ച് പറയണം. 3 പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഒരേ ചോദ്യത്തിന് 3 പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു. പലരോടും പരാതി പറഞ്ഞു, പക്ഷേ പല ബിംബങ്ങളും ഉടഞ്ഞുപോയി. അവർക്ക് വീണ്ടും സ്ഥാനമാനങ്ങൾ കിട്ടിയെന്നൊരു പരാതിയാണ് പുറമെ. അല്ലല്ല, സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നത് അവരവരുടെ കഴിവനുസരിച്ച് അവരവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാണ്. അതിപ്പോൾ നമുക്ക് വല്ലതും പറയാം. ആ ജയത്തെ പറ്റിയും ആരോപണമുണ്ട്. കാര്യമൊന്നുമില്ല. അത് പാർട്ടി അന്വേഷിച്ച് അതിലൊരു തെറ്റുമില്ലെന്ന് കണ്ടുപിടിക്കും. അല്ലെന്നേ, അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അത് നിങ്ങളുടെ ഭാഷ. ഞാൻ ചോദിക്കുന്നത്, ആ കുട്ടി ഇന്നലെ നിങ്ങളെല്ലാവരും തല കുത്തി ചോദിച്ചല്ലോ. നിങ്ങളെല്ലാവരും അല്ല, ചില ചാനലുകൾ, അതായത് എന്നെ പറ്റി എന്തെങ്കിലും കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചല്ലോ ആ കുട്ടിയുടെ നിന്ന്. ആ കുട്ടി എന്താ മറുപടി പറഞ്ഞത്? എന്നെക്കുറിച്ച് എന്താ മറുപടി പറഞ്ഞത്? എൻ്റെ പിതാവിന് തുല്യനാണ്, ഞാൻ അതുപോലെയാണ് കാണുന്നതെന്നാ. നിങ്ങൾക്കൊന്നും കിട്ടിയില്ല. നിങ്ങൾ ആ കുട്ടിയെ ഒരു ഇരയാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇത് മാത്രം പോരായിരുന്നു. നിങ്ങൾക്ക് പലർക്കും ഞാൻ കൂടിയായിരുന്നു ടാർഗറ്റ്. നിങ്ങൾക്ക് ഇന്നലെ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ കൂടിയായിരുന്നു ടാർഗറ്റ്. അല്ല, ഇയാൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. ഇയാൾക്ക് മറുപടിയില്ല. കാരണം ഇയാൾ വെറുതെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ പറയാൻ ഇയാൾ സമ്മതിക്കുന്നത്. ഇയാൾ തടസ്സപ്പെടുത്തിയാൽ ഞാൻ നിർത്തിയിട്ട് പോകും.
ഇയാൾ നിരന്തരമായി ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ആദ്യം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു തീർന്നിട്ട് എനിക്കതിനുള്ള അവകാശമുണ്ടല്ലോ. നിങ്ങളുടെ ചോദ്യത്തിന് വേറൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയുന്നത്. നിങ്ങളുടെ പറഞ്ഞു വെച്ചേക്കണവർ വേറെ വല്ലതും പറഞ്ഞു, എൻ്റെ അടുത്ത് വേണ്ട. പ്രതിഷേധാവേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ ഈ പെൺകുട്ടി താങ്കളോട് ഒരു മെസ്സേജിന്റെ കാര്യം പരാതി, അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ആ കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല. ഞങ്ങളുടെ മുമ്പിൽ പരാതി വന്നിട്ടുള്ള പരാതി ഗൗരവത്തോടുകൂടി പരിശോധിച്ച് വേണ്ട നടപടി എടുക്കും. അതിൽ മുഖം നോക്കൂല. അതിനേക്കാളും വലിയ മറുപടി ഇന്ന് മാറ്റുമോ? അന്ന് ആ ചാറ്റുമായി ബന്ധപ്പെട്ട കാര്യം അറിഞ്ഞപ്പോൾ അവിടെ നടപടി ഉണ്ടാവില്ലായിരുന്നു. അവിടെ ഒരു പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി താങ്കളുടെ ഭാഗത്ത് എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് പരാതി വന്നിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു പരാതി വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ. താങ്കൾ ആ കുട്ടിയുടെ പിതാവിനെ പോലെയാണെങ്കിൽ ഒരു പിതാവിനെ പോലെയുള്ള അല്ല, അത് നിങ്ങൾ പല മൈക്കിൽ പോയി പ്രസംഗിക്കും, ചന്തയിൽ മാർക്കറ്റിൽ പോയിട്ട് പ്രസംഗിക്കും. ഞാൻ നിങ്ങളോട് പറയാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങളോട് നിങ്ങളുടെ അജണ്ട വേറെ. ആ അജണ്ടയായിട്ട് എൻ്റെ അടുത്ത് വരണ്ട. റിപ്പോർട്ടർ ടിവിയുടെ അജണ്ട പറയുകയാണ്. ആ അജണ്ടയായിട്ട് എൻ്റെ അടുത്ത് വരണ്ട. അത് നടത്തിക്കോട്ടെ. അത് എപ്പോഴും എല്ലാ മാസവും DYFIയും BJPയും എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. അതില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കാറുണ്ട് എന്താ വരാത്തതെന്ന് ഈ മാസം. അല്ല, അത് സംഘടനാപരമായി എടുക്കേണ്ട തീരുമാനമല്ലേ? സംഘടനാപരമായി എടുക്കേണ്ട തീരുമാനമാണ്. പരാതി പരിശോധിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി അയാൾക്കത് പറയാനുള്ള, ആരോപണ വിധേയനായ ആൾക്ക് മറുപടി പറയാനുള്ള ഇതുകൂടി കൊടുത്ത് നടപടിയെടുക്കുക. അങ്ങനെയാണ് പാർട്ടിയിലൊരു പ്രൊസീജിയറുണ്ട്. ഒരു പ്രൊസീജിയറുണ്ട്, പാർട്ടിയിലൊരു നടപടിക്രമമുണ്ട്, പ്രൊസീജിയറുണ്ട്. ഞാൻ എല്ലാ ചെറുപ്പക്കാരെയും പ്രോത്സാഹിപ്പിക്കാൻ. അതല്ല പറഞ്ഞത്. കരിവാരി തേപ്പിക്കാനൊന്നും ഞാൻ ഈ വിഷയത്തിൽ ആരെയും ഡിഫെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇല്ലാത്ത കാര്യം പറഞ്ഞെന്തിനാ? ഞാൻ ഈ വിഷയത്തിൽ നിങ്ങൾ ചോദിച്ചിട്ടുമില്ല, ഞാൻ ആരെയും ഡിഫെൻഡ് ചെയ്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കണം. ഞാൻ വളരെ കൃത്യമായ മറുപടിയും പറഞ്ഞു. പിന്നെ ഒരു പാർട്ടിയല്ലേ, എത്ര ലക്ഷക്കണക്കിന് ആളുകളുള്ളതാണ്. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരിൽ എത്ര പേരുണ്ട്? മാധ്യമ ഓഫീസിൽ എത്ര പേരെക്കുറിച്ച് പരാതി പല കാര്യത്തിൽ വരാറുണ്ട്? അതിന് ആ മാധ്യമ ഓഫീസിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉത്തരവാദികളാണോ? എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിൽ എത്ര പേരെക്കുറിച്ച് പരാതി പറയാറുണ്ട്? എനിക്കറിയാമല്ലോ ഒരുപാട് പേരുടെ പേര് എനിക്കറിയാമല്ലോ. ഞാൻ അങ്ങനെ പേരൊന്നും പറയില്ലല്ലോ. ഓഫീസിലെ പരാതി വന്നിരിക്കുന്നത് സഹപ്രവർത്തകരോട് മോശമായിട്ട് പെരുമാറിയതിൻ്റെ പേരിൽ എത്ര പേർക്കെതിരായിട്ട് പരാതി വന്നിട്ടുണ്ട്? അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ്. പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇനിയൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരായാലും നടപടിയെടുക്കും. അതിൽ കൂടുതൽ ഞങ്ങൾ എന്തെടുക്കാൻ പറ്റും? പരിചയസമ്പന്നമായ നേതാവ് പല നേതാക്കളെ വിലയിരുത്തുന്ന ആളാണ്. പല കാര്യങ്ങളും അങ്ങനെ അദ്ദേഹം താങ്കൾ തന്നെ പല വിലയിരുത്തലും കേരളം അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അങ്ങനെ പല കാര്യങ്ങളിലും എനിക്ക് എനിക്ക് താങ്കളെ പോലെ ഫേസ് റീഡിങ്, മൈൻഡ് റീഡിംഗ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. മൈൻഡ് റീഡിംഗ് ഒക്കെ ഉണ്ട് ഇപ്പോൾ പുതിയ രീതിയിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചുള്ള മൈൻഡ് റീഡിങ്, ഫേഷ്യൽ റീഡിംഗ് ഒക്കെ ഉണ്ട്. അത് ഞാൻ പഠിച്ചിട്ടില്ല. MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഗൗരവം ഞങ്ങളിത് പരിശോധിച്ചിട്ട് പരാതിയുടെ ഗൗരവം അനുസരിച്ച് ആൾക്ക് പറയാനുള്ളത് കൂടി കേട്ട് വേണ്ട നടപടി സ്വീകരിക്കും. അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഒരു പ്രൊസീജിയറില്ലേ? ഒരുപാട് ചോദിച്ചു. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പരാതിയുടെ ഗൗരവം നോക്കും, ആൾക്ക് പറയാനുള്ളത് നോക്കും, എന്നിട്ട് നടപടി സ്വീകരിക്കും. അത് ചെയ്യാൻ പോണ കാര്യം ഇപ്പോഴേ ചോദിക്കല്ലേ? വേണ്ട നടപടി ഒരു മുഖം നോക്കൂല ആര്. ഒരു കാര്യം കൂടി, ഈ പെൺകുട്ടിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് അല്ല, ഞങ്ങളത് കോൺഗ്രസിൻ്റെ ഒരു കേന്ദ്രത്തിൽ നിന്നും ആക്രമണം നടക്കുന്നില്ല. കുറേ CPMകാരെ ആ കുട്ടിയെ ആക്രമിക്കുന്നുണ്ട്. കാരണം കുട്ടിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വേറെ പല കേന്ദ്രങ്ങളിൽ നിന്നും ആ കുട്ടിയെ ഒരാളും കോൺഗ്രസിലെ ഒരാളും ആക്രമിക്കില്ല. അങ്ങനെ ആരെങ്കിലും ആക്രമിച്ചെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും സൈബർ ആക്രമണത്തിന് വിധേയമായി കുട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും.